എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സേമിയോ അടയോ ഒന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പായസം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കാഷ്യൂസൊക്കെ ഒന്ന് വറുത്ത് വയ്ക്കാം. അതിനുവേണ്ടി സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 10-15 കാഷ്യൂസ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഉണക്കമുന്തിരിയും ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് ഗോൾഡൻ കളറായിട്ട് വരുന്നവരൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ ഒന്ന് വറവായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ നിന്നും കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ സെയിം പാനിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു 1-2 മിനിറ്റൊക്കെ ഒന്ന് മതിയാവും റവ ഒന്ന് ഫ്രൈ ആയിട്ട് വരാനായിട്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ റവ ഒന്ന് വറവായി വന്നിട്ടുണ്ട്. ഇതും നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ പാൻ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. വെറുതെ ഒന്ന് വെള്ളമൊഴിച്ചൊന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ അതൊന്ന് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓണാക്കിയിട്ട് ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഒരു ലോ ടു മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്കൊന്ന് ക്യാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ 5 ടേബിൾ സ്പൂണാണല്ലോ ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് മെൽട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറി വരട്ടെ. അപ്പോൾ അതവിടെ നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും കളർ മാറ്റാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇത് കൈപ്പരസായി പോവും. ഇനി നമുക്ക് ഫ്ലെയിം ഏറ്റവും കുറച്ച് വയ്ക്കാം. എന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഒറ്റയടിക്ക് അങ്ങോട്ട് പാൽ ഒഴിക്കേണ്ട, കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഒരു 1/2 ലിറ്റർ പാൽ അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അതേപോലെ ഇതിലേക്കൊരു 1/2 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ പാലായിട്ടും ചേർക്കാം. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളമായിട്ടാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. കാരണം നമ്മളിത് ഇതിനകത്തേക്ക് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ക്യാരമൽ ചെയ്തെടുത്ത ആ പഞ്ചസാരയൊക്കെ ഇപ്പോൾ അടിയിൽ കട്ട പിടിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അത് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പഞ്ചസാരയൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മെൽറ്റായിട്ട് വന്നോളും. അപ്പോൾ അതവിടെ കണ്ടില്ലേ, നമ്മുടെ ക്യാരമലൊക്കെ ഇവിടെ ഇതിൽ നിന്ന് ഈ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതാ ഫുള്ളും ഇതിനകത്ത് ക്യാരമൽ ലയിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതാ നമ്മുടെ പാലിവിടെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന റവ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. റവ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ റവ എല്ലാവരും കൂടി കട്ടൗത്തി പോവും. അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റവ ഒന്ന് വേവിച്ചെടുക്കാം. റവ വേവാൻ അധികം സമയമൊന്നും എടുക്കത്തില്ല, ഒരു 5 മിനിറ്റൊക്കെ മതിയാവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കുറഞ്ഞ് ചെറിയൊരു കുറുകുന്നൊരു പാകത്തിനായിട്ട് കിട്ടണം. ഈ സമയത്ത് ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് ഇതേപോലെ ഒന്ന് കുറുകി വരാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഈ ഒരു പാകത്തിനാണ് ഞാനിത് എടുക്കുന്നത് കേട്ടോ. നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാൻ പറ്റുന്നൊരു പാകത്തിന്. റവ ആയതുകൊണ്ടത് വല്ലാതെ കുറുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും കട്ട പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് പാകത്തിനായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയുള്ള നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ റവ പായസം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ നോക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്